ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. സത്യാമ്മേ, ഈ ശാലിനി എന്നെ തല്ലിയതിന് സത്യാമ്മ എന്താ ഒന്നും ചോദിക്കുന്നില്ലേ എന്ന് കാർത്തിക ചോദിക്കുമ്പോൾ, അത് നീ ശ്യാമയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടല്ലേ എന്ന് ശാലിനി പറയുന്നു. ഇത് കേൾക്കുന്ന വിഷ്ണു ഞെട്ടലോടെ കാർത്തികയെ നോക്കുകയാണ്. കാർത്തികയും പരിങ്ങലോടെ ശാലിനിയെ നോക്കുന്നു. തുടർന്ന് കാർത്തികയെ വിളിച്ചുകൊണ്ട് സത്യഭാമ മുറിയുടെ പുറത്തേക്ക് പോവുകയാണ്. മോളെ, നീ താമസിച്ചിരുന്ന അനാഥാലയത്തില് ഈ ചെക്കപ്പൊക്കെ പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, ഉണ്ടായിരുന്നു സത്യാമ്മേ, എന്താണെന്ന് കാർത്തിക ചോദിക്കുന്നു. അല്ല മോളെ, മാനസികമായി മോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സത്യാമ്മ എന്താ അങ്ങനെ ചോദിച്ചതെന്ന് കാർത്തിക ചോദിക്കുമ്പോൾ ഭാമ പറയുകയാണ്, ഇല്ലാത്തതൊക്കെ ഉള്ളതായി തോന്നുകയും കൂടാതെ നീ ഇന്ന് ശ്യാമയെ ഉപദ്രവിക്കാൻ ഒക്കെ ശ്രമിച്ചില്ലേ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സത്യാമ്മേ, കാര്യങ്ങളൊന്നും അങ്ങനെയല്ലെന്ന് കാർത്തിക പറയുമ്പോഴേക്കും, കുഴപ്പമില്ല മോളെ, ഞാൻ താഴേക്ക് ചെല്ലട്ടെ, പിന്നെ നീ ശാലിനിയുടെ അടുത്തേക്ക് അധികം പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഭാമ താഴേക്ക് പോകുന്നു. അതേസമയം വിഷ്ണുവിനെ ദേഷ്യത്തോടെ നോക്കുകയാണ് ശാലിനി. പിന്നീട് കാണിക്കുന്നത് കാർത്തികയാണ്. ശാലിനി തന്നെ തല്ലിയ കാര്യം എല്ലാം ഓർത്തുകൊണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് കാർത്തിക. ഇത്രയും നാളും വിഷ്ണുവേട്ടന്റെ ഭാര്യയായിട്ട് ഞാൻ അഭിനയിക്കുകയായിരുന്നു. ഇനി ഞാൻ വിഷ്ണുവേട്ടന്റെ ജീവിതത്തിലേക്ക് വിഷ്ണുവേട്ടന്റെ യഥാർത്ഥ ഭാര്യയെ തന്നെ കയറാൻ പോവുകയാണ് ശാലിനി എന്ന് കാർത്തിക ദേഷ്യത്തോടെ മനസ്സിൽ പറയുകയാണ്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിനെയാണ്. വിഷ്ണു കാർത്തികയും ഭാമയും മാറി മാറി വിളിക്കുന്നത് കേട്ട് ശാലിനി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ, അതെ, ഞാൻ പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു, വിളിക്കുന്നതും കാത്തെന്ന് ശാലിനി പറയുന്നു. അതെന്തിനാ കാത്തു നിന്നത്, അകത്തേക്ക് വരാമായിരുന്നല്ലോ എന്ന് വിഷ്ണു പറയുമ്പോൾ ശാലിനി പറയുകയാണ്, അതിന് എൻ്റെ പേരല്ലല്ലോ വിളിച്ചത്, വേറെ ഏതൊക്കെയോ പേരുകളല്ലേ വിളിച്ചത്. എന്താ വേണ്ടത്, പുതപ്പല്ലേ എന്ന് ശാലിനി ചോദിക്കുന്നു. അതേന്ന് വിഷ്ണു പറയുമ്പോൾ, കാലിൻ്റെ വേദന കുറവുണ്ടോ എന്ന് ശാലിനി ചോദിക്കുകയാണ്. ഇപ്പോഴെങ്കിലും ചോദിക്കാൻ തോന്നിയല്ലോ, അത് പിന്നെ ചോദിക്കാൻ വേറെ ആളുകളുണ്ടല്ലോ എന്ന് ശാലിനിയും പറയുന്നു. തുടർന്ന് വിഷ്ണുവിന് പുതപ്പിച്ചു കൊടുക്കുകയാണ് ശാലിനി. അതേസമയം ഇതെല്ലാം കണ്ടുകൊണ്ട് രോഹിത് അങ്ങോട്ടേക്ക് വരികയാണ്. ചൂടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വിഷ്ണുവിൻ്റെ നെറ്റിയിൽ തൊട്ട് നോക്കുകയാണ് ശാലിനി. പുറമെ ചൂടില്ലെങ്കിലും ഉള്ള് എരിയുന്നുണ്ടെന്ന് വിഷ്ണു പറയുന്നു. മെഡിസിൻ കഴിച്ചതല്ലേ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ, അതിന് എടുത്തു തരാൻ ആരുമില്ലല്ലോ എന്ന് വിഷ്ണു പറയുകയാണ്. തുടർന്ന് വിഷ്ണുവിന് ടാബ്ലറ്റ് എടുത്തു കൊടുക്കുകയാണ് ശാലിനി. തുടർന്ന് ഇതെല്ലാം കാണുന്ന രോഹിത് പറയുകയാണ്, പിണക്കം, പരിഭവം, പ്രണയം, 90s പ്രേമമാണെന്ന് തോന്നുന്നു. ഇതൊക്കെ മാറ്റിയെടുക്കാൻ അല്പം സമയം തന്നെ എടുക്കും. ഇതിപ്പോ എന്താ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് പെട്ടെന്ന് തന്നെ കതക് പുറത്തു നിന്ന് അടയ്ക്കുകയാണ്. തുടർന്ന് വിഷ്ണുവിന് ഗുളിക നൽകി ശാലിനി പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ഇത് തുറക്കുന്നില്ലല്ലോ എന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണു ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. വിഷ്ണു വന്ന് കതക് നോക്കിയിട്ട് പറയുകയാണ്, ഇതാരോ പൂട്ടിയിരിക്കുകയാണല്ലോ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞതെന്ന് ശാലിനി പറയുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി രോഹിത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ശാലിനി വിളിക്കുമെന്നറിയാവുന്നത് കൊണ്ട് രോഹിത് നേരത്തെ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ശ്യാമയുടെ ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, പിള്ളച്ചേട്ടനും പൊന്നിയും വീട്ടിലേക്കും പോയെന്ന് ശാലിനി പറയുമ്പോൾ, ഇനി എന്താ ചെയ്യുക, ഇവിടെ കിടന്നുറങ്ങാമെന്ന് വിഷ്ണു പറയുന്നു. ഉറങ്ങാനോ, ഞാൻ ഉറങ്ങുന്നില്ലെന്ന് ശാലിനി പറയുമ്പോൾ, എന്നാ ഉറങ്ങണ്ട, താൻ നിന്ന് ഉറങ്ങാൻ ശ്രമിക്കുക, ഞാൻ പോയി കിടന്നുറങ്ങട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു ബെഡിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പെട്ടെന്ന് കാല് സ്ലിപ്പായി വിഷ്ണു താഴേക്ക് വീഴാൻ പോകുമ്പോൾ വിഷ്ണുവിനെ ചേർത്ത് താങ്ങി പിടിക്കുകയാണ് ശാലിനി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.